പറഞ്ഞു, ജിബ്രീലേ, മസ്ജിദുൽ അഖ്സയുടെ ഇടതുഭാഗത്ത് ഒരു വലിയ പ്രകാശം കാണുന്നുണ്ടല്ലോ, ആ പ്രകാശം എന്താണ് ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതവും കൗതുകവും തോന്നുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ആ പ്രകാശം എന്തെന്നറിയുമോ? അത് കേൾക്കാൻ വേണ്ടി വളരെ ആവേശത്തോടെ വന്ന എന്റെ പ്രിയപ്പെട്ട പരദൂര സഹോദരിമാരെ, ഇന്നലെ നാം ആശിക്കാറുള്ളവരുടെ ഖബറിന്റെ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എന്ത് രസമാണ്! ആ മഹദിയുടെ ചരിത്രം എത്ര ത്യാഗമാണ്! ജീവിതത്തിലൊരു ത്യാഗവും അനുഭവിക്കാതെ അല്ലാഹുവേ സ്വർഗം തരണേന്ന് ദുആ ചെയ്തുകൊണ്ട് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകാൻ കുറിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വരവൂരിൽ ഇതും അതിനെക്കാളേറെ ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചുപോയ ഒരു മഹദിയുടെ പ്രകാശമാണ്, ഒരു മഹദിയുടെ ഖബറിന്റെ പ്രകാശമാണ്. അല്ലാഹുവേ, മസ്ജിദുൽ അഖ്സയിൽ അങ്ങനെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹദിയാരാണ്? അങ്ങനെ പ്രകാശിക്കാൻ മാത്രം പവറുള്ള മസ്ജിദുൽ അഖ്സയ്ക്കകത്ത് അടക്കപ്പെട്ടിരിക്കുന്ന മഹദിയാരാണ്? അങ്ങനെ പ്രകാശിക്കാൻ മാത്രം പവറുള്ള ഒരു മഹദി എവിടെയുണ്ടെങ്കിൽ അതാരാണ്? എന്റെ പ്രിയമുള്ളവരെ, വേറെ ആരുമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു പെണ്ണിന്റെ പേരിട്ടിട്ട് ഖുർആനിൽ സൂറത്തിറക്കിയിട്ടുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആനില് ആ സൂറത്തിന് ഒരുപാട് പ്രത്യേകതയല്ലേ ചരിത്രകാരന്മാർ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കാഫഹാ യാ അയ്ൻ സ്വാദ്. എന്ത് രസമാണ് ആ സൂറത്ത് പാരായണം ചെയ്യാ! അല്ലാഹുവേ, പടച്ചവനെ, എന്ത് കൗതുകമാണ്! ചരിത്രത്തിലേക്ക് കടന്നതല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ അതുപോലെ ഒരു മഹദിയുടെ ചരിത്രം പറയാ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നീട് ഒരിക്കലും സാധിച്ചിട്ടില്ല. ആ ചരിത്രത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ അഭിമാനത്തോടെ ലോകത്തെ സമർപ്പിക്കുകയാണ്. ആ സൂറത്ത് മറിയമിന്റെ ചരിത്രം മുഴുവനും ആവാഹിച്ചെടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ കിടന്നിറങ്ങുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്തളത്തിലാണ്. പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഇടതുഭാഗത്ത് കാണുന്ന പ്രകാശം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ആ ഇടതുഭാഗത്ത് കാണുന്ന പ്രകാശം അമ്മാ ഹദല്ലദീ യസാരിക വഅലാ ഖബരി ഉഖ്തിക മറിയം റളിയല്ലാഹു അൻഹാ. അങ്ങയുടെ സഹോദരി മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറാണ് നബിയെ. മറിയം ബീവിയുടെ ഖബറാണ് നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയതിന്റെ കാരണമെന്നറിയോ? പുരുഷസ്പർശനമില്ലാതെ ഗർഭവതിയായി പോയ മറിയം ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വയറ്റിനകത്ത് ചുമന്നുകൊണ്ട് ചുട്ടുകൊള്ളുന്ന മണവാർന്നത്ത് കിടന്ന് കെട്ടപ്പെടുമ്പോ വീട്ടുകാരും നാട്ടുകാരും കല്ലെറിഞ്ഞുകൊണ്ട് വലിച്ചെറിയുമ്പോ ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ വിശന്ന് വലഞ്ഞ് ദാഹം അണപൊട്ടി ഒഴുകിയിട്ട് തന്റെ മനസ്സ് വല്ലാതെ തളർന്ന് തകർന്നു പോകുമ്പോ അവസാനം ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്ന മരച്ചില്ല പിടിച്ചു കുലുക്കാനാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം വരുന്നത്. ആ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറല്ലാതെ പിന്നെ ലോകത്താരുടെ ഖബറിൽ നിന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പ്രകാശം കാണുന്നത്. എന്റെ ഉമ്മ പഴയ കാലത്തൊക്കെ ഒരു ദിവസം പോലും മറിയം സൂറത്ത് ഓതാതെ പ്രിയപ്പെട്ട പെണ്ണന്മാർ ഉറങ്ങാറില്ലായിരുന്നു. ആരുമായി കഴിഞ്ഞാ മറിയം ഓതാതെ ഒരു പെങ്ങളും ഉറങ്ങില്ലായിരുന്നു. ഞാനൊരു ചരിത്രം അറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് പറയുകയാണ്, എല്ലാ ദിവസവും സൂറത്ത് മറിയം ഓർമ്മ നാളെ മറിയം ബീവി റളിയല്ലാഹു സ്വർഗത്തിലേക്ക് വിളിക്കുമെന്നാണ്. നിങ്ങളെ എത്ര സമയം വേണം പൊന്നുമോളെ, എത്ര സമയം വേണം പൊന്നുമോളെ? ഇശാമാരിവിന്റെ ഇടയിലുള്ള സമയം മുഴുവനും ചാനലുകൾക്ക് മുന്നിൽ ചെലവഴിക്കുന്ന പെങ്ങളെ, നേരം പുരന്ന പാതിരാത്രി വരെ നുണയും പച്ചാറയും പറയാ സമയം ധാരാളം ലഭിക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ വഴിയില്ലാതെ തകർന്നു പോലെ ഹൃദയവുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ഒരു ഏറ്റവും മനോഹരമായ എളുപ്പവഴി മഹാന്മാര് പറഞ്ഞു വരികയാണ്. എല്ലാ ദിവസവും ശരീരശുദ്ധിയുള്ള എല്ലാ ദിവസവും ഒരൊറ്റ ദിവസം പോലും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് മറിയം പാരായണം ചെയ്താൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ സ്വർഗ്ഗത്തിന്റെ ശ്രേണിയിൽ മറിയം ബീവി എന്ന നമ്മുടെ ഉമ്മ നമ്മളെ വിളിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.